സങ്കീർത്തനം 34, 12, 13. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? രണ്ട് കാര്യങ്ങളാണ് ജീവിതം, ദീർഘായുസ്. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടില്ലേ? എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിട്ടില്ല, എനിക്കൊരു നല്ല ജീവിതം കിട്ടിയില്ല, എൻ്റെ പിള്ളേർക്കൊരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. നല്ല ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ജീവിതം ആഗ്രഹിക്കുന്നോ? ദീർഘായുസ്, സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്ന് നാവിനെ വാക്കുകളെ സൂക്ഷിക്കുക. വേറൊരാൾക്ക് ദോഷം വരുന്നതൊന്നും പറയരുതെന്ന്. വേറൊരാൾ തകർന്നു പോകാൻ സാധ്യതയുള്ളത്, വേറൊരാളുടെ നന്മ നഷ്ടപ്പെടുന്നത്, വേറൊരാൾക്ക് ദോഷം വരുന്നത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചെയ്യരുതെന്ന്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിനക്ക് നല്ല ജീവിതം ദൈവം തരും, സന്തുഷ്ടമായ ദീർഘായുസ് ദൈവം തരും. എത്ര വലിയ അനുഗ്രഹമാണ് ഈ ഒരു കാര്യത്തിലൂടെ ഒരാളുടെ ജീവിതത്തിൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ താങ്ങേണ്ടവരാണ്, വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തേണ്ടവരാണ്. എത്ര സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ തളർന്നും വാടിയുമൊക്കെ ഇരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ നമ്മൾ വാക്കുകൾ കൊണ്ട് തളർത്തരുത്, അവരെ ഉപദ്രവിക്കരുത് വാക്കുകൾ കൊണ്ട്. അങ്ങനെ വരുള്ളൂ. ഇത് ശരിയാകുകയല്ലെന്ന് എനിക്കറിയായിരുന്നു, നീ അങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും പറയരുത്. അത് അവരുടെ ഭാവിയെ, ജീവിതത്തെ ഇരുട്ടു നിറഞ്ഞതാക്കില്ലേ? അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ നിറയില്ലേ? പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്, ഈ വചനം കേൾപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തണം, വാക്കുകൾ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തണം, വാക്കുകൾ കൊണ്ട് തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണം, താങ്ങണം. നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾ തളർന്നു പോകാൻ പാടില്ല, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാൾ നശിച്ചു പോകാൻ പാടില്ല. ഇല്ലാത്തത് വിളിച്ചു പറയരുത്, കണ്ടിട്ടില്ലാത്തത് കേട്ടിട്ടില്ലാത്തത് കണ്ടുവെന്നും കേട്ടുവെന്നും പറയരുത്. ഒരാളെക്കുറിച്ചും മോശം പറയരുത്, ഒരാളെക്കുറിച്ചും ദോഷം പറയരുത്, നന്മ പറയണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ പിള്ളേർ അനുഗ്രഹം ആയിക്കോളും. നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു അനുഗ്രഹമാണ്. നിൻ്റെ ഈ രോഗസൗഖ്യമാണ്.